പാലക്കാട് ജനങ്ങൾ വിധി എഴുതാൻ പോകുമ്പം ആരെ ചൂസ് ചെയ്യും എന്നുള്ളത് ഇപ്പം ഏതാണ്ട് പ്രഖ്യാപിക്കപ്പെട്ട പോലെയാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ ഉറപ്പിച്ചിരിക്കുന്നു വിജയം എന്ന രീതിയിലാണ് പല സംസാരങ്ങളും വരുന്നത്. അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയ ആളുകളൊക്കെ അതാണ് പറയുന്നത്. രമേശ് പിഷാരടിക്ക് സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ പിന്തുണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വോട്ടാക്കി മാറ്റാൻ പറ്റുമോ? അല്ല, വോട്ടാക്കി മാറ്റാൻ പറ്റില്ല. രമേശ് പിഷാരടിക്ക് ലൈക്ക് കിട്ടും, പക്ഷേ വോട്ട് കിട്ടുന്നത് ശോഭാ സുരേന്ദ്രൻ. കാരണം ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം അറിയേണ്ടത്, ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആകെ വലിയൊരു പ്രതിസന്ധി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കോർ കമ്മിറ്റിയിലടക്കമുള്ള വലിയ നേതാക്കന്മാർ അവിടെയുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ്റെ ഒരു എൻ്റയർ ഹിസ്റ്ററി എടുത്ത് വെച്ച് പരിശോധിച്ചു. കാരണം ശോഭാ സുരേന്ദ്രൻ നേരത്തെ പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്, ഈ പാലക്കാട് രാജഗോപാലനൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മത്സരിക്കുമ്പോൾ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം എന്ന് ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നോ അവിടെ വലിയ തോതിലുള്ള വോട്ട് വർധന ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ മത്സരങ്ങളിൽ മാത്രമാണ് അത്തരത്തിൽ ചില വ്യത്യാസങ്ങൾ അധികം ഇല്ലാത്തത്. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും അത്തരത്തിലുള്ള ഒരു ഓളം സൃഷ്ടിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് വളരെ കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത് നേമത്തേക്കാൾ ഒരുപക്ഷെ ഇപ്പം നേമത്ത് ശിവൻകുട്ടി മത്സരിക്കുന്നതുകൊണ്ടാണ് നേമത്തേക്കാൾ കൂടുതൽ BJP ജയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ആദ്യത്തെ സീറ്റ് എന്ന് പറയുന്നത് അത് പാലക്കാടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ഒരു കൈത്താങ് കോൺഗ്രസും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം അതാണ് മിസ്റ്റർ പിഷാരടിയെ അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി ഇട്ടേക്കുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരാളെ കൊണ്ടുപോയിട്ടാണ് അവിടെ യഥാർത്ഥത്തിൽ ഇട്ടേക്കുന്നത്. ജനങ്ങൾക്ക് പിഷാരടിയൊക്കെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ കോമഡിയും ഈ പറഞ്ഞ പോലെ മറ്റേ ഷോയും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ തുടർന്നോളൂ എന്ന് ജനം പറയാറാണ് സാധ്യത. കാരണം പിഷാരടിയെ പോലുള്ള ആൾ അത് മോശക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. നന്നായി വായിക്കുകയും നന്നായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, കേരളത്തിൽ ഒരു MLA ആയി പെർഫോം ചെയ്യാൻ പിഷാരടിയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഉറപ്പായിട്ട് പിന്നെ ആളായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ LDFൻ്റെ സ്വതന്ത്രനായിട്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. ഈ മുസ്ലിം കാൻഡിഡേറ്റിനെ തീരുമാനിക്കുമ്പോൾ അവിടെ CPMനും ചില കണക്കൂട്ടലുകളുണ്ട്. ആ CPMൻ്റെ രണ്ട് കണക്കൂട്ടൽ എന്താണെന്ന് കൂടി ഗൗതത്തിനോട് പറയാം. ഒന്ന്, യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്കൽ ബോഡിയിലും അതിനു മുമ്പ് നടന്നിട്ടുള്ള ലോക്സഭയിലും യഥാർത്ഥത്തിൽ രണ്ടാമത് വന്നേക്കുന്നത് CPM ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിരായേരിയിലും അതുപോലെ മാത്തൂരിലും ഇതുപോലെ 3 പഞ്ചായത്തിൽ നിന്നുള്ള കുറച്ച്, അതായത് മുസ്ലിം ഡോമിനേഷനുള്ള ആ പഞ്ചായത്തിൽ നിന്നുള്ള വോട്ടുകൾ കൂടി ഇദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സമാഹരണം കോൺഗ്രസിൽ നിന്ന് ഉണ്ടായാൽ നാച്ചുറലി എന്ത് ചെയ്യപ്പെട്ടേക്കാം, അവിടെ LDFനും സാധ്യതകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് ഈ മത്സരം ചുരുങ്ങുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനിയും ദിവസങ്ങൾ. ഈ മുസ്ലിം വോട്ടുകൾ ഇവിടെ ഏകീകരിക്കപ്പെടുന്നതാണ്. അല്ല, അതാണ് പ്രശ്നം. ഇപ്പം മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ വളരെ കൃത്യമായി സാധാരണ കോൺഗ്രസ് കാൻഡിഡേറ്റിന് ബ്ലോക്കായി കിട്ടുന്നൊരു സ്ഥലമാണത്. അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. പലപ്പോഴും ഈ നമ്മുടെ നഗരസഭകളിൽ വളരെ കൃത്യമായി അത്ര വലിയ നേട്ടമുണ്ടാക്കാനായിട്ട് പലപ്പോഴും ആർക്ക് പറ്റാറില്ല, കോൺഗ്രസിന് പറ്റാറില്ല. പക്ഷേ മറ്റു പഞ്ചായത്തുകളിൽ, പിരായിരി പോലെയുള്ള പഞ്ചായത്തുകളിൽ നിന്നിട്ടാണ് ഈ വോട്ടുകൾ വരുന്നത്. അപ്പോൾ ആ മുസ്ലിം വോട്ടുകൾ യഥാർത്ഥത്തിൽ ഒരിക്കലും ശോഭാ സുരേന്ദ്രനോ BJPക്കോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ആ കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളിൽ വലിയൊരു ഭിന്നത ഉണ്ടാവുകയും അത് LDFലേക്ക് അതിൻ്റെ ഒരു വലിയ മേജർ ചങ്ക് പോവുകയും ഒക്കെ ചെയ്താൽ സ്വാഭാവികമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മറ്റത്തൂർ മുതൽ കെ സുധാകരൻ വരെയുള്ള ആളുകൾ ഇങ്ങനെ പോകാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. ഇവർ വിശ്വസിച്ച് എങ്ങനെ വോട്ട് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം. പിന്നെ ഇപ്പോൾ മറ്റൊരു ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ അങ്ങനെ കണക്കൂട്ടുന്നറിയില്ല. ഇപ്പോൾ സണ്ണി M കവിക്കാടിനെ മത്സരിപ്പിച്ചില്ല. ഒന്നാലോചിച്ച് നോക്കണം. ഒരു ദളിത് ചിന്തകനും ആക്ടിവിസ്റ്റും എന്ന് പറയുന്നത് സണ്ണി M കവിക്കാടിനെ മത്സരിപ്പിച്ചില്ല. അദ്ദേഹത്തോട് പല വിയോജിപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രമേശ് പിഷാരടി കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. അപ്പോൾ ആ പിഷാരടി എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു പേരിന് വലിയ ശ്രദ്ധ കിട്ടുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറയുന്നത് ഈ സവർണ ദളിത് മേഖലകളിലുള്ള ആളുകളെ നിങ്ങൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ചോദ്യമുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട് ഇതിനകത്തല്ല. ഇപ്പോൾ ദളിത് പാന്തേഴ്സ് എന്നൊക്കെ പറഞ്ഞ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പുകൾ അടക്കമുള്ള ആളുകൾ, അവർക്കൊക്കെ പാലക്കാട് വോട്ടുണ്ട്. മനസ്സിലായോ? പാലക്കാട് വലിയ കുഴപ്പമില്ലാത്ത ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനൊക്കെ ഏതാണ്ട് നല്ല ശതമാനം വോട്ടുണ്ട്, 9%. അപ്പോൾ അത്തരത്തിലുള്ള വോട്ടുകളൊക്കെ തന്നെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഗൗതം പറഞ്ഞ കറക്റ്റാണ്, പ്രചരണ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം അവിടെ ശോഭാ സുരേന്ദ്രൻ
ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളുടെ കാര്യത്തിൽ മിക്കവാറും രമേശ് പിഷാരടിയും മാങ്കൂട്ടത്തിലും ഒക്കെ ആയിരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു സഹായം കൂടി രാഹുൽ മറ്റേ പുള്ളിക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പ്രചരണത്തിന് ഇറങ്ങും എന്നാണ് പറഞ്ഞേക്കണ. ആർക്ക് വേണ്ടി? ഈ ഷാഫിയാണ് ഇപ്പം രമേശ് പിഷാരടിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പം നമുക്കറിയാം ഷാഫി നിർത്തിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ജനങ്ങള് വീക്ഷിക്കുന്നുണ്ടല്ലോ. ഷാഫിയോടുള്ള ഒരു വിശ്വാസത ഇല്ലായ്മ കൂടി രമേശ് പിഷാരടിയോട് തീർച്ചയായിട്ടും. ഇപ്പൊ ഷാഫി അതിഗംഭീരനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. അവിടെ നിന്ന് ഉയർന്നു വന്ന് അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഈ ശ്രീധരനോട് മത്സരിക്കുമ്പോൾ പോലും ഈ ശ്രീധരൻ വലിയ വോട്ട് പിടിച്ചിട്ട് പോലും 50,000 വോട്ട് പിടിച്ചിട്ട് പോലും ഷാഫിക്ക് തോപ്പിക്കാൻ പറ്റിയാണ്. പക്ഷെ ആ ഇമേജ് ഇന്ന് ഷാഫിക്കില്ല. എന്നുള്ളത് മാത്രമല്ല, ഷാഫി എന്തിനാണ് ഇത്രയും ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് പാലക്കാട് കെട്ടിയേൽപ്പിച്ചത്, മത്സരിപ്പിച്ചതെന്ന് പറയുന്ന ചോദ്യം വലിയ തോതിൽ അവിടെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് AK ഷാനി മുതൽ മറ്റ് നിരവധി യൂത്ത് കോൺഗ്രസിന്റെ ആളുകളൊക്കെ തന്നെ അവിടെ നിന്ന് വിട്ടുപോയത്. യഥാർത്ഥത്തിൽ ഇപ്പൊ സരിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്, സരിൻ ഇമ്മച്ചോടാന്ന് പറഞ്ഞത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് പോലും ഒരു കുറ്റബോധമുണ്ട്. കാരണം ഇത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുകയും സരിന എന്ത് ചെയ്യുകയും പറഞ്ഞതാണ്. പക്ഷെ അന്ന് പോലും ഞാൻ വിചാരിച്ചത് കുറച്ച് വേഷം കെട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ വേഷം കെട്ടുകൾ ഇതോടുകൂടി അവസാനിക്കുമെന്നാണ് നമ്മൾ എന്ത് ചെയ്ത് ഒറ്റ രാത്രി കൊണ്ടാണ് മറുകണ്ഠം മനസ്സിലായി. അപ്പൊ വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ബേസിക് അല്ല, മറുകണ്ഠം ചാടിയൊക്കെ ജനത്തിന് ശ്രമിക്കുമല്ലോ. ഇപ്പൊ പാർട്ടി മാറുന്നൊക്കെ സ്വാഭാവികം. പക്ഷെ സാറിനെ കുറിച്ച് പറയാൻ ഇങ്ങനൊരു അപവാദമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടിയാവും. അവിടെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ മാത്രമല്ല, കുറച്ചുകൂടി മുതിർന്ന വളരെ കൃത്യമായിട്ടുള്ള ആളുകൾ കൂടി മത്സരിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ടുള്ള ഒരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ടതാണ്. മെട്രോമാൻ ഈ ശ്രീധരൻ വന്നിട്ട് ഏതാണ്ട് 3000-ഓളം വോട്ടുകൾക്ക് തോറ്റുപോയി. 4000-ഓളം. അതാ പറഞ്ഞ അത്തരത്തിലുള്ളൊരു ഇമേജ് ഷാഫിക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ ഷാഫിക്ക് പകരം ശരിക്കും വെക്കാനുള്ള വേറൊരു നേതാവ് അവിടെ യഥാർത്ഥത്തിൽ ഇല്ല. അതിന് പകരം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് പകരം പിഷാരടിയൊക്കെ കൊണ്ടുവന്നിട്ടാൽ, പിഷാരടി ഒന്നും കൊണ്ടുവന്നിട്ടാൽ, പിഷാരടി സത്യം പറഞ്ഞാൽ ജനം പറയേണ്ടത് നിങ്ങൾ മറ്റേ പണി കണ്ടിന്യൂ ചെയ്തോളൂ. അത് പിഷാരടിക്ക് ലാഭമാണ്. കാരണം പിഷാരടി ഇപ്പോൾ ഇവിടെ വന്നിട്ട് കൈയിട്ട് വരുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടാക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. പിഷാരടിയെ സംബന്ധിച്ചത് വലിയ നഷ്ടമായിരിക്കും. നമുക്ക് ഈ തൃശ്ശൂർ പോലും അവിടെ എന്താണ് കുറേ കാലം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നിട്ടാണ് സുരേഷ് ഗോപി പോലും ജയിച്ചു വരുന്നത്. അദ്ദേഹത്തിന് തോൽവി നേരിടേണ്ടി വന്നു. അല്ല, ഈ ഇതിന്റെയൊക്കെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഗൗതം വിചാരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നു എന്ന് പറയും. ഗൗതം വിചാരിക്കുന്നുണ്ടോ സുരേഷ് ഗോപി അടുത്തവണ അവിടെ നിന്ന് ജയിക്കുമെന്ന്? ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയും ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള വോട്ടുകൾ ഏതാണ്ട് 1,86,000 അവിടെ കൊണ്ട് ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു കാര്യം പറയാം, സുരേഷ് ഗോപി അവിടെ നന്നായി പണിയെടുക്കുകയും ആ മണ്ഡലത്തെ ഫോക്കസ് ചെയ്യുകയും കാറ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് MLA പെർഫോം ചെയ്യാന്നുള്ള അത്ര പോലും എളുപ്പമല്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു എഫേർട്ട് സുരേഷ് ഗോപി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വിജയിച്ചത്. രമേശ് പിഷാരടി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എഫേർട്ട് ഒന്നും ഇട്ടിട്ടില്ല. അല്ല, അത്തരം എഫേർട്ട് ഇട്ടാലും ഇല്ലെങ്കിലും വിജയിക്കാം. പക്ഷെ പാലക്കാടിൻ്റെ ഇപ്പം ഇന്നസെന്റ് വിജയിച്ചതോ മുകേഷ് വിജയിച്ചോ അത്ര എഫേർട്ട് ഇട്ടിട്ടല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? പാലക്കാട് മണ്ഡലം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു സമയമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരാളൊന്ന് മത്സരിച്ചു, അവർ 18,840 വോട്ടിന് ജയിപ്പിച്ചു എന്നുള്ളത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായി? പിന്നെ ഒരുപാട് ഡയലോഗുകളാണ്. പാലക്കാട്ടുകാരൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഒരാളുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞേക്കണത്. ഈ ആവശ്യമില്ലാത്ത ഡയലോഗ് ഒന്നും എന്ത് ചെയ്യരുത്, ഓവറായിട്ട് നമ്മൾ പറയരുത്. നമുക്കറിയാമല്ലോ നമ്മളാരാണ്, അപ്പോൾ നമ്മളങ്ങനെ പറയരുത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ചെയ്യേണ്ടതെന്നാണ്. പിന്നെ കോൺഗ്രസ് ചെയ്യേണ്ടത് അവിടെ ഒരു രാഷ്ട്രീയ മത്സരത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ ഒരാൾക്ക് തെറ്റുപറ്റി പക്ഷേ അതുപോലെയല്ല ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രാഷ്ട്രീയ മത്സരത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇനി അത് രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ പരിപൂർണമായിട്ടും എന്ത് ചെയ്യണം, മാറ്റി നിർത്തുകയാണ് വേണ്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ ആളുകൾ മറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ മാങ്കൂട്ടം പറയുന്നത് ഞങ്ങൾ എന്തിനൊപ്പം, ഞങ്ങൾ ഈ പറയുന്ന രമേശ് പിഷാരടിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങും. ഇതെല്ലാം തന്നെ അവിടെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ പാലക്കാട് ഇപ്പോൾ പ്രവചനാസാധ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരൊറ്റ പാർട്ടികളുടെ പറയാം CPM ആണ്. CPMന്റെ തന്ത്രങ്ങളും CPMന്റെ സർവേ ഒക്കെ ഗംഭീരമാണ്. കോടിക്കണക്കിന് രൂപയ്ക്ക് സർവേ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമാണ്. കാരണം അതുകൊണ്ടാണ് CPM മാറ്റി വെച്ചുകൊണ്ട് ഒരു സ്വതന്ത്രം. ഞാനൊരു ഗസ് വർക്ക് നടത്താൻ പറയുകയാണെങ്കിൽ എത്ര ഭൂരിപക്ഷത്തിന് ശോഭ ജയിക്കും? അതിപ്പോൾ പറയാറായിട്ടില്ല, ഇത് കുറച്ച് കഴിയും. അല്ല, ഇപ്പം അതിന് പറയാൻ വളരെ വളരെ ഏർലി സ്റ്റേജിലാണ്. അവിടെ താങ്കള് ശോഭ ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ? അല്ല, ശോഭ ജയിക്കാനാണ് ഇപ്പോഴത്തെ ലെവലിൽ. ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അവിടെ ശോഭ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശോഭയുടെ കേസിൽ ശോഭ വളരെ രാഷ്ട്രീയമായി അവിടെ
അങ്ങേയറ്റം ചെറിയ ചെറിയ യോഗങ്ങളിലടക്കം കോൺഗ്രസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ CPM. മറ്റ് BJP നേതാക്കൾക്ക് ഇല്ലാത്തൊരു സ്വാധീനം ശോഭാ സുരേന്ദ്രന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റ് BJP നേതാക്കളിൽ നിന്ന് ഈ ശോഭാ സുരേന്ദ്രനെ വ്യത്യസ്തമാക്കുന്ന എന്താണ്? അദ്ദേഹം എനിക്ക് മനസ്സിലായ കാര്യം അധികം വർഗീയതയൊന്നും പറയാത്തൊരു നേതാവാണ്. അല്ല, ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചുള്ള കാര്യം വർഗീയത പറയുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചുള്ള ഗുണവും ദോഷമൊക്കെ പറയണമല്ലോ. ശോഭ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണ് ശോഭ. എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ഒന്ന്. രണ്ടാമത്തേന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗൗതം ശ്രദ്ധിച്ചു നോക്കിയിട്ട് എങ്ങനെയുള്ള ആളുകളെ ഇഷ്ടമെന്നറിയോ? വളരെ മാന്യമായി, വളരെ ജെന്റിലായി, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളുകളെ എല്ലാ ജനത്തിലും ഇഷ്ടം. ജനത്തിന് കുറച്ച് ആക്ഷൻ സീക്വൻസും കുറച്ച് ഈ പറഞ്ഞ പോലെ വയലൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളുകളുണ്ട്. ഇപ്പോൾ കെ സുധാകരൻ ആളുകൾക്ക് ഇഷ്ടമാണ്, പിണറായി വിജയൻ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമാണ്, അതുപോലെ നമ്മളിപ്പോൾ ലല്ലു പ്രസാദ് യാദവിനെ എടുത്തു നോക്കിയാൽ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊരു ജഗപുക സൃഷ്ടിക്കുന്ന ഒരാളുകളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ അദ്ദേഹം റെയിൽവേ മിനിസ്റ്ററായി കയറിയിരുന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. IM അഹമ്മദാബാദിൽ അദ്ദേഹം മറ്റേ സ്പീച്ചിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിൽക്കാൻ നേരമില്ലാതെ ഓടുകയാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും. ഒറ്റ വർഷം കൊണ്ട് റെയിൽവേ പ്രവർത്തന ലാഭത്തിലെ. അപ്പം ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ളൊരു ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ. അതാണ് ഏറ്റവും വലിയ വിജയം. ശോഭക്കെതിരെ വലിയ പ്രശ്നങ്ങളാണ് ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അപ്പോൾ പോലും അതിനെ ബാധിക്കാഞ്ഞത് നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളുകളാണ്. പിന്നെ ശോഭ നല്ലൊരു ഇലക്ഷൻ മാനേജർ കൂടിയാണ്. വളരെ കൃത്യമായി അവിടെയുള്ള സാമുദായികമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താൻ പറ്റും. ശോഭയെ സത്യത്തിൽ ഞാൻ പറയുന്നത് BJP യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ശോഭയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ശോഭ പിന്നീട് ആ മണ്ഡലത്തെ കാറ്റർ ചെയ്യില്ല. അപ്പോൾ ശോഭയോട് കൃത്യമായിട്ടൊരു മണ്ഡലത്തെ കാറ്റർ ചെയ്യാൻ പറഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എളുപ്പം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലക്കാടിൽ ശോഭയുടെ പെർഫോമൻസ് കുറേ കൂടി നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾ വോട്ട് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, ഒരാളുടെ പേര് കൂടി പറയാം. ഇപ്പോൾ PV അൻവർ ഒറ്റക്ക് മത്സരിച്ചപ്പോൾ ഇതുപോലെ വോട്ട് കൂട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ഭീകരമായിട്ടുള്ള ജഗപോക അന്തരീക്ഷം അവിടെ എന്ത് ചെയ്യും ഉണ്ടാക്കും. ഈ ജഗപോക അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ ജനത്തിന് തോന്നും ഇത്തവണ അവരെന്ത് ചെയ്യും, ജയിക്കും. സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ തൃശ്ശൂർ അവിടെ ഉണ്ടാക്കി. ആ നരേറ്റീവിന് വലിയ പ്രാധാന്യമാണ്.